ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ മുകുന്ദന് കുഞ്ഞിനെ കാണണമെന്നുള്ള ആവശ്യം മീനാക്ഷിയോട് പറയുകയാണ്. ഞാൻ വന്ന് വിളിച്ചിട്ട് പോയിക്കോളാം, ഇവിടെ വെച്ച് എന്തായാലും വേണ്ട, സ്ഥലം പറയാമെന്നൊക്കെ പറയുമ്പോൾ മീനു പറയുന്നുണ്ട്, അച്ഛനോട് ചോദിക്കാതെ എങ്ങനെയാ? തുളസിയേട്ടനോട് ചോദിച്ചിട്ട് മതി, അല്ലാതെ ചോദിക്കാതെ ഒന്നും നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എങ്കിൽ പിന്നെ അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. ശരി, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് ചന്ദ്രമോഹനാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങുകയാണ്. എന്തായാലും മീനാക്ഷിക്കാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ തോന്നുകയാണ്. ഒന്നാമത് തൻ്റെ കുഞ്ഞിനെ അവർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ തുളസിയോടുള്ള അനുവാദം വാങ്ങുന്നതും മീനാക്ഷിയുടെ ആ ഒരു മാനസികാവസ്ഥ പ്രസന്നയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് മേനോനും അങ്കിതയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ നാളെ എവിടേക്ക് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല. മീനാക്ഷിയുടെ സമ്മതം പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നുള്ളൂ. വല്ല പാർക്കിലോ ബീച്ചിലോ അല്ലാതെ വേറെ എവിടെയാ? അവിടേക്ക് ചെന്ന് എന്തായാലും കുഞ്ഞിനെ കാണാൻ പറ്റില്ല, ഇവിടേക്ക് കൊണ്ടുവരാനും പറ്റില്ല. അങ്കിത പറയുന്നുണ്ട്, അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ മുകുന്ദ് ഒന്നും വിചാരിക്കരുത്. എന്താ കാര്യം? അത് മുകുന്ദ് കുഞ്ഞിനെ മാത്രം കണ്ടാൽ മതി, അതിൻ്റെ അമ്മയെ കാണേണ്ട. അതെന്താ അങ്ങനെ? അത് പിന്നെ മീനാക്ഷി ആ കുഞ്ഞിൻ്റെ അമ്മയല്ലേ, മുകുന്ദ് ആ കുഞ്ഞിൻ്റെ അച്ഛനും. അപ്പോൾ പിന്നെ നിങ്ങൾ തമ്മിലുള്ള സർക്കിൾ പൂർത്തിയായി. കുഞ്ഞ്, അച്ഛൻ, അമ്മ, അതിനിടയിൽ എനിക്കെന്താണ് സ്ഥാനം? ഞാൻ എപ്പോഴും പുറത്ത് നിൽക്കേണ്ടവളല്ലേ? താനെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ അത് തന്നെയല്ലേ ശരി? എടോ, അങ്ങനെയൊന്നുമില്ല. മീനാക്ഷിയെ കണ്ട് ഒരു നന്ദി വാക്ക് പറയണം, അത്രമാത്രം. അത് അങ്ങനെയല്ല, അങ്കിത പറഞ്ഞു തുടങ്ങുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷി മുകുന്ദൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ? എടോ, താൻ എന്തൊക്കെ മണ്ടത്തരാ ഈ പറയുന്നത്? ആ കുട്ടിക്ക് എൻ്റെ മകളാവാനുള്ള പ്രായമുണ്ട്. അത് എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിച്ചു. അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിവാവാൻ നോക്കണ്ട മുകുന്ദ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മുകുന്ദ് ആ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അവൾ ഗർഭം ധരിച്ച് പ്രസവിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ. അത് അവളുടെ കൂടി ചോരയാണ്. അതുകൊണ്ട് എപ്പോഴും ആ കുഞ്ഞിൻ്റെ അച്ഛനോടുള്ള ആ ഒരു ഇഷ്ടം മീനാക്ഷിയുടെ മനസ്സിൽ എവിടെയെങ്കിലേക്ക് ഉണ്ടാകും. അത് മുകുന്ദിനോടുള്ള ഇഷ്ടമാണ്. ഇത് കേട്ട് മുകുന്ദ് പറയുന്നുണ്ട്, ഇപ്പം തൻ്റെ ആവശ്യം എന്താ? ഞാൻ മീനാക്ഷിയെ കാണരുത്, അത്രയല്ലേ ഉള്ളൂ. എങ്കിൽ പിന്നെ കാണണ്ട, കുഞ്ഞിനെ മാത്രം കാണാം, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണാം. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് മുകുന്ദാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. അങ്കിതയ്ക്കാണെങ്കിൽ നന്നായി തന്നെ വിഷമാവുന്നുണ്ട്. അവളാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ച് അവിടെ നിന്ന് നിൽക്കുന്നു. പിന്നീട് തുളസീധരനോട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രസന്നയും മീനാക്ഷിയും. നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത്? കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചു കൊടുക്കാനോ? പ്രസവിച്ചുടനെ ആ കുഞ്ഞിനെ കൈമാറാമെന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചതല്ലേ? അവർക്കല്ലേ അത് വേണ്ടെന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോൾ ഈ സാധനത്തിൻ്റെ കെട്ടിപ്പൊതിഞ്ഞ് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടേ കാണിച്ചു കൊടുക്കാനോ? അതൊന്നും സമ്മതിക്കുന്ന കാര്യമല്ല എന്നിങ്ങനെ തുളസീധരനാണെങ്കിൽ ഉറപ്പിച്ച് പറയുന്നു. ഇത് കേട്ടിട്ട് പ്രസന്ന പറയുന്നുണ്ട്, അവൾ ഇക്കാര്യം ഫോണിൽ വിളിച്ചറിയിച്ചതല്ലേ? അപ്പോൾ നിങ്ങൾ സമ്മതിച്ചല്ലോ. നല്ല കാര്യമായി. ഞാനേ ഒരു ബിസിനസ്സിൻ്റെ തിരക്കിലായിരുന്നു, അപ്പോഴാണോ തിരക്കിൽ ഫോൺ വിളിക്കുന്നത്? അപ്പോൾ എന്താണെന്ന് വെച്ച് ചെയ്തോന്ന് പറഞ്ഞു, അത്രമാത്രം. അല്ലാതെ ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. അത് പിന്നെ ഞാൻ ദിവസം ഇങ്ങോട്ട് വരുന്നതാണല്ലേ, എന്തിനാ ഫോണിൽ വിളിച്ച് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛൻ്റെ സമ്മതം അറിഞ്ഞാലല്ലേ അവരോട് എന്തെങ്കിലും തീരുമാനം പറയാൻ പറ്റൂ. അവർക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ എൻ്റെ സമ്മതം അറിയട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളെ എന്താണെന്ന് വെച്ച് ചെയ്തോ, എനിക്കിതിനോട് യാതൊരു താല്പര്യമില്ല, ഇവിടെ നിന്നും ആരെയും പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തുളസീധരൻ പറയുന്നു. ഇത് കേട്ടിട്ട് മീനാക്ഷിക്കും പ്രസന്നയ്ക്കും സങ്കടമാവുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി പറയുകയാണ്, ആ കുഞ്ഞിൻ്റെ അച്ഛന് എന്നെപ്പോലെ തന്നെ ആ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹം ഉണ്ടെങ്കിൽ കെട്ടിപ്പൊതിഞ്ഞ് അങ്ങ് എവിടേക്കാച്ചാൽ കൊണ്ടുപോകാൻ പറ, അല്ലാതെ ഇവിടെ നിന്ന് കാണുമ്പോഴൊക്കെ തോന്നുമ്പോഴൊക്കെ വിളിച്ച് കൊണ്ടുവരാൻ പറയല്ലെന്ന് തുളസീധരൻ പറയുന്നുണ്ട്. ഇത് കേട്ട് മീനാക്ഷി ആണെങ്കിൽ മറ്റൊന്നും മിണ്ടുന്നില്ല. അവളാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് മഞ്ജിമയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും എത്തുകയാണ്. എന്നിട്ട് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. തുളസിയാണെങ്കിൽ അവളെ കാണുമ്പോൾ തന്നെ, നീയോ? നീ എന്താടി പെട്ടെന്ന്? അവിടേക്ക് പ്രസന്നയും വരുന്നുണ്ട്. പ്രസന്നയ്ക്കും സന്തോഷമാവുന്നുണ്ട്. സ്റ്റഡി ലീവാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് കരുതി. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ട, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പ്രസന്നയും കാണുമ്പോൾ മഞ്ജിമ പറയുന്നുണ്ട്, അമ്മയുടെ ഫുഡ് കഴിക്കാൻ തോന്നിയിട്ട് വയ്യ, എന്തെങ്കിലും ഉണ്ടോ? എനിക്കിപ്പോൾ തന്നെ ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ അവിടേക്ക് മീനാക്ഷി വരികയാണ്. മഞ്ജു എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. മീനാക്ഷി ഒന്നും മെയിൻറ്റ് പോലും ചെയ്യുന്നില്ല, കൈയൊക്കെ തട്ടി മാറ്റുകയാണ്. മീനാക്ഷി വന്ന് പിടിക്കുമ്പോൾ അങ്ങനെ മഞ്ജിമയാണെങ്കിൽ പ്രസന്നയോട് പറയുന്നുണ്ട്, അതെ അമ്മേ, എനിക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം വേണം, ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറയുമ്പോൾ, അതെന്തായിട്ട് നിനക്ക് ഇത്ര ആക്രാന്തം? നീ എന്താ ട്രെയിനിൽ നിന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്ന് തുളസി ചോദിക്കുന്നു. ട്രെയിനത്തെ ഭക്ഷണം എനിക്ക് ഇഷ്ടമില്ലെന്ന് അച്ഛൻ അറിയില്ലേ? പിന്നെ ഭക്ഷണം കഴിക്കേണ്ടെന്ന് കരുതി ഇവിടെ വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴല്ലേ അറിയുന്നത്. ഒരുപാട് മിസ് ചെയ്തു. പച്ചരി ചോറാണോടി ഹോസ്റ്റലിൽ എന്നൊക്കെ പ്രസന്റ് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട, എന്നാൽ പിന്നെ അമ്മ വിളമ്പിത്ത. അതെ, പോയി കുളിച്ചിട്ട് വാ. ഈ ബുഷിനി നാറികൊണ്ടാണോ ട്രെയിനിൽ നിന്നും വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്? അയ്യോ അമ്മേ, എനിക്ക് കുളിക്കാനൊന്നും സമയമില്ല, ഭക്ഷണം കഴിക്കണം. എടി, ഒരു 10 മിനിറ്റ് പോരെ കുളിച്ച് തോർത്താനായിട്ട്? മര്യാദയ്ക്ക് പോയിട്ട് കുളിച്ചിട്ട് വാടി എന്നൊക്കെ പ്രസന്ന പറയുന്നു. അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ വളരെ സങ്കടത്തോട് കൂടിയിട്ടവിടെ നിൽക്കുന്നുണ്ട്. അവളെ ഒന്ന് കാര്യമാക്കാതെ മഞ്ജിമയാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോവുകയാണ്. മീനുവിനാണെങ്കിൽ അത് നന്നായി തന്നെ വേദനിക്കുന്നു.
പിന്നീട് മീനാക്ഷി ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ കുഞ്ഞിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. അമ്മ ഇപ്പോൾ വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം മഞ്ജുമ്മയാണെങ്കിൽ മീനാക്ഷിയുടെ റൂമിലൂടെ വരുന്നുണ്ട്. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കാണുമ്പോൾ ആഹാ ഇതാണോ ആള്, നീ എന്തിനാടി കരയുന്നത് എന്നൊക്കെ ചോദിച്ച് കളിപ്പാട്ടം കൊണ്ട് കളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് അതെ നിൻ്റെ അമ്മയോട് എനിക്ക് ദേഷ്യമുള്ളൂ, നീ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല, നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല, നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്, നീ എൻ്റെ കുഞ്ഞായിട്ട് വരും, അതായത് ഞാൻ നിൻ്റെ ചെറിയമ്മ ചിറ്റമ്മ എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് മീനാക്ഷി ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. മീനാക്ഷി ആണെങ്കിൽ അതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ച് മറഞ്ഞു നിൽക്കുകയാണ്. അവർ തമ്മിൽ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ്. എന്നിട്ട് മഞ്ജിമയാണെങ്കിൽ ആ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് മഞ്ജിമ ഭക്ഷണം കഴിക്കാനായിട്ട് പ്രസന്നയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. അവളാണെങ്കിൽ ആർത്തിയോട് കൂടിയിട്ട് വിളമ്പ് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്താടി ഇത്ര ആർത്തി? അമ്മേ ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അറിയോ, അമ്മ വിളമ്പിക്കൊണ്ടേ ഇരിക്കും, ഞാൻ മതിയെന്ന് പറയില്ല. അവിടേക്ക് മീനാക്ഷി വരുന്നുണ്ട്. മഞ്ജിമ മിണ്ടാത്തതല്ലേ, അതുകൊണ്ട് അവളാണെങ്കിൽ ഒന്നും പറയാതെ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം മഞ്ജിമ ചേച്ചി ഇരിക്കേ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ച് അവളെ അവിടെ ഇരുത്തിപ്പിക്കുന്നു. ചേച്ചി എന്താ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? കുഞ്ഞും ക്ഷീണിച്ചിട്ടാണ് കേട്ടോ, ദേ നോക്ക് നന്നായി ഭക്ഷണം കഴിക്കണം. ഞാനൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്, പക്ഷെ നിന്നെ പോലെ ഭക്ഷണം കഴിക്കാറില്ല എന്ന് മീനാക്ഷി പറയുന്നു. അയ്യോ ചേച്ചി ഞാൻ ഇന്ന് മാത്രമാണ് ഇത്ര കൂടുതൽ കഴിക്കുന്നത്, അമ്മയുടെ ഭക്ഷണം എണ്ണയിൽ കടുക് തളിച്ച ഭക്ഷണം, തേങ്ങ അരച്ച ഭക്ഷണം അതൊക്കെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആ കഴിക്ക് ചേച്ചി. എന്താ അവരുടെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ്? അത് നാളെ കുഞ്ഞിനെ കാണണമെന്ന് മേനോൻ സാർ വിളിച്ച് പറഞ്ഞിരുന്നു, പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല. അതെന്താ, ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ? കുഞ്ഞിനെ അവർക്കും കാണണ്ടേ? ചേച്ചിയെപ്പോൾ തന്നെ അവർക്കും അവകാശമില്ലേ? അത് കുഞ്ഞിൻ്റെ അച്ഛനല്ലേ, അത് അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ കേൾക്കണ്ടേ? അച്ഛൻ്റെ മൈൻഡ് സെറ്റ് ഒരു പ്രത്യേക തരമാണെന്ന് പറയുന്നു. ആ എങ്കിലേ കുഞ്ഞിനെ എന്തായാലും നമുക്ക് കൊണ്ടുപോയി കാണിക്കാം. ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. ആ ഞാൻ വരണ്ടേ? നീ വരണം, എങ്കിലേ എനിക്കൊരു ധൈര്യമുള്ളതൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മഞ്ജിമയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. പ്രസന്ന മീനാക്ഷിയോട് ചോദിക്കുകയാണ്, ഇതെന്താടി ഇവൾക്ക് പെട്ടെന്ന് പറ്റിയത്, നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? അത് തന്നെ അമ്മേ ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ മീനാക്ഷിയെയും കുഞ്ഞിനെയും കൊണ്ടുപോകാനായിട്ട് കാറുമായിട്ട് വരുന്നുണ്ട്. പ്രസന്ന അയാളെ കാണുമ്പോൾ തന്നെ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട, മീനാക്ഷി അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സമയം മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിനെ ഒരുക്കുന്നു. അതെ നമ്മൾ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ, കരയരുത്, കരഞ്ഞാലേ അച്ഛൻ വിചാരിക്കും അമ്മ നേരെ നോക്കുന്നില്ല എന്ന്. അമ്മ നിന്നെ കരയിപ്പിക്കാറുണ്ടോ? ഇതൊക്കെ മീനാക്ഷി കൊഞ്ചിക്കൊണ്ട് ചോദിക്കുന്നു. അവിടേക്ക് മഞ്ജിമ വരുന്നുണ്ട്. ഇതേ ചേച്ചി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അയാൾ അവിടെ എത്തിയിട്ടുണ്ട്, കുഞ്ഞുമായിട്ട് പോകണ്ടേ? എടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ചേച്ചി കുഞ്ഞിന് ആഭരണങ്ങളൊന്നും ഇട്ട് കൊടുക്കാത്തത്? എൻ്റെ കുഞ്ഞ് ആഭരണങ്ങൾ ഇട്ടില്ലെങ്കിലും സുന്ദരിയല്ലേ എടി? സുന്ദരിയൊക്കെ തന്നെയാണ്, പക്ഷേ അവർക്ക് കാണണമെന്ന് തോന്നില്ല ആഭരണങ്ങൾ ഇട്ടിട്ട്, അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കും. എന്തെന്ന് വെച്ചാൽ അവരതൊക്കെ വാങ്ങി തന്നിട്ടില്ലേ, ഒരാഗ്രഹമല്ലേ എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ പിന്നെ നീ എന്താണെന്ന് വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി അന്ന് റെഡിയാവാനായിട്ട് പോകുന്നു. മഞ്ജിമയാണെങ്കിൽ കുഞ്ഞിന് വളയും അതുപോലെ പദസരവും ഒക്കെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് അവിടേക്ക് മീനാക്ഷി റെഡിയായി. ചേച്ചി ഇതെന്താ നേരെ ഒരുങ്ങാത്തത്? ഈ ഡ്രസ്സ് മതിയോ? നല്ല ഡ്രസ്സ് എടുത്തിട്ട്. അതെ അവർ വരുന്നത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്നെ കാണാൻ വേണ്ടിയിട്ടില്ലെന്ന് പറയുന്നു. കുഞ്ഞിനെയും ചേച്ചിയെയും കാണാൻ വേണ്ടിയിട്ടല്ലേ, പിന്നെ കുഞ്ഞിനെ കണ്ട ചേച്ചിയുടെ കുഞ്ഞാണെന്ന് പറയിക്കണ്ടേ? ഇത് നോക്ക്, ആ കുഞ്ഞിനെ എൻ്റെ മുഖമാണ്, കുഞ്ഞിനെ മാത്രം കണ്ടിട്ട് പോയാൽ മതി, എന്നെ കാണേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ്. ആ എന്താ പിന്നെ ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യേ. അതെ കുഞ്ഞിനെ റെഡിയാക്കണ്ടേ? ആ കുഞ്ഞിനെ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് പോകാം, കുഞ്ഞിനെ ഞാൻ എടുക്കാം ചേച്ചി എന്ന് പറയുകയാണ്. ആ സൂക്ഷിച്ച് പിടിക്കണേടി, നമ്മൾ നന്നായി നോക്കേണ്ടേ? അത് ശരിയാണ്, ഇതിപ്പോൾ കാക്കക്കൂട്ടിലെ കോഴിക്കുഞ്ഞാണ്, ചിറക് മുളിച്ചാൽ പറന്നു പോകുമെന്ന് പറയുമ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ അത് വല്ലാതെയാവുന്നുണ്ട്. അവളാണെങ്കിൽ ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കുഞ്ഞുമായിട്ട് രണ്ടാളും പുറത്തേക്ക് വരുന്നുണ്ട്. ചന്ദ്രമോഹനാണെങ്കിൽ ഡോറ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ മീനാക്ഷി ആദ്യം കയറിയതിന് ശേഷം മഞ്ജു ആണെങ്കിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ്. അങ്ങനെ പ്രസന്ന അവരെ യാത്രയാക്കുന്നു. ഈ സമയം കുഞ്ഞിനെ വെയിറ്റ് ചെയ്ത് ആകെ മുഷിഞ്ഞിരിക്കുകയാണ് അങ്കിതയും മേനോനും. ഇതെന്താണോ എത്ര നേരമായി നമ്മളിവിടെ നിൽക്കുന്നു, ചന്ദ്രമോഹൻ കുഞ്ഞുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. അങ്ങനെ അങ്കിത പറയുന്നുണ്ട്, അത് കുഞ്ഞിനെ ഒരുക്കും മറ്റുമൊക്കെ വേണ്ടേ, അതുകൊണ്ടായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിന്